ഇന്ന് നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ തീർച്ചയായിട്ടും നിങ്ങൾ അതിശയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. പവർഫുള്ളായിട്ടും അതുപോലെ ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് എത്രമാത്രം പവർഫുള്ളാണ്, നിങ്ങളുടെ ചിന്തകളും എത്രമാത്രം പവർഫുള്ളാണെന്ന് ഇന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമുക്കൊരു ചെറിയ കൂട്ടായ്മയുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായും നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായും നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഫാമിലിക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇതൊക്കെ നടക്കൂ, അത് ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യമാണോ, അങ്ങനെ പല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. സെൻഡിങ് എ മൈൻഡ് മെസ്സേജ് അല്ലെങ്കിൽ മെൻ്റൽ മെസ്സേജ്, അതായത് നമ്മുടെ മനസ്സുപയോഗിച്ച് ഒരാളുടെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ മെസ്സേജ് ചെയ്യുന്ന. അപ്പോൾ അതിനെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ടെലിപ്പതി എന്ന് തന്നെ പറയാം. പ്ലീസ് എല്ലാവരും അവസാനം വരെ ഈ വീഡിയോ കാണുക, എങ്കിലേ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇനി അതല്ല, ഇത് നേരെ നിങ്ങൾക്ക് വർക്ക് ആയില്ലെങ്കിൽ ഇത് എങ്ങനെ ഇനി കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം, വളരെ വിശദമായി പറയാം. ഞാൻ ഈ വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ഏത് രീതിയിലാണ് ഉപയോഗിക്കണമെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ടെലിപ്പത്തിക് അല്ലെങ്കിൽ ടെലിപ്പതി എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് എനർജീസും അതുപോലെ തന്നെ വൈബ്രേഷൻസും കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡ് എന്ന് തന്നെ പറയാം നമുക്ക്, അല്ലേ? ഹ്യൂമൻ മൈൻഡ് അല്ലേ? യെസ്. എങ്ങനെയാണ് ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മനുഷ്യൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് വൈബ്രേഷൻ വഴിയാണ്. ഏതാ? നമ്മുടെ തോട്ട് വൈബ്രേഷൻ, ചിന്തകളിലൂടെയുള്ള വൈബ്രേഷൻ വഴിയാണ് നമ്മുടെ ഓരോ കാര്യവും അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇത്രയും പവർഫുൾ ആണെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ചിന്തിക്കുകയാണ്. സോ അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതിനി ഒരു വ്യക്തിയെക്കുറിച്ച് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യമായിക്കോട്ടെ മോശമായ കാര്യമായിട്ടെ, എന്ത് കാര്യമായാലും നമ്മുടെ ഈ മൈൻഡിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തോണ്ടേ. നമ്മൾ ഒരു കാര്യത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഫുൾ ഫോക്കസോടുകൂടി ഫുൾ കോൺസെൻട്രേഷനോടുകൂടി തുടർച്ചയായി അത് കാണുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് തോട്ട് വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് യൂണിവേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടെലിപ്പത്തിക് മെസ്സേജ് അല്ലെങ്കിൽ മെൻ്റൽ മെസ്സേജ് എന്നൊക്കെ പറയുന്ന എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഒരാളെക്കുറിച്ച്, നിങ്ങളെ ഏതാളാണോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആ ആളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുകയും എന്തിനെക്കുറിച്ചാണോ അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുകയും അതുപോലെ തന്നെ നല്ല ശക്തമായി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മളുടെ ആരാണോ നമ്മൾ മനസ്സിൽ കണ്ടേ ആ വ്യക്തിയിലേക്ക് നമ്മുടെ തോട്ട് മെസ്സേജ് ഉണ്ടല്ലോ അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. ശേഷം നിങ്ങൾ ആഗ്രഹിച്ച ആൾ എന്ത് ചെയ്യും, നിങ്ങളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും, ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിനൊരു റിസൾട്ട് കിട്ടിയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒന്നും അറിയില്ലേലും, അതുപോലെ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്നില്ലേൽ പോലും, അതുപോലെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ അതിലും വിശ്വസിക്കുന്നില്ലേലും, പക്ഷേ ഉറപ്പായും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. സോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട്സിൻ്റെ ശക്തി, നിങ്ങളുടെ ചിന്തകളുടെ ശക്തി എത്ര ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ഈ ഒരു ടെലിപ്പത്തിക് മെസ്സേജ് എങ്ങനെയാണ് വർക്ക് ആകൂ ഇല്ലേ എന്നൊക്കെ നമുക്ക് നോക്കുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങളുടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ പലപ്പോഴും നടന്നിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ചില സമയത്ത് നിങ്ങളൊരു ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ, എൻ്റെ അമ്മ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെ ചില സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും.
സർട്ടൻ പോയിന്റ്, ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ആ കോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടോ പറയാൻ പോകുമ്പോൾ നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അതേ കാര്യമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഉടനെ നിങ്ങൾ തന്നെ അതിശയിച്ചു, ഇത് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണല്ലോ, ഇതെങ്ങനെ നീ പറയുന്നേ? സോ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, രണ്ടുപേരും ഭയങ്കര ചിരിയൊക്കെ ആയിരിക്കും. ബിക്കോസ് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ സമയത്ത്. എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്ന കാര്യം? ആ രണ്ടുപേരും വൈബ്രേഷനലി കണക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം, രാത്രിയോ പകലോ, നിങ്ങളെ ആരും ശല്യപ്പെടുത്താത്ത സമയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പരീക്ഷിക്കാം. അതുപോലെ തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ റിസൾട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ചൂസ് എ പേഴ്സൺ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്ന ആളെ തിരഞ്ഞെടുക്കുക എന്നതാണ്. തുടക്കത്തിലെ ഒരുപാട് ആൾക്കാരെ ചിന്തിക്കരുത്, ഒരൊറ്റ ആളെ മാത്രം ചിന്തിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തി നിങ്ങൾ പ്രസൻറ്റിലോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലോ നിങ്ങളുമായിട്ട് നല്ല റിലേഷൻ ആയിരുന്ന ആ വ്യക്തിയെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കക്കാരെന്ന നിലയിൽ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുമായിട്ട് ഒരു അടുപ്പവും ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഫുള്ളി നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെയോ നിങ്ങളിത് പരീക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായും ഇത് നടക്കാൻ പോകുന്നില്ല. സോ ഇത് പരീക്ഷണം എന്ത് ചെയ്യും, നിങ്ങളൊരു പരീക്ഷണം പോലെ ചെയ്താൽ പോലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുമ്പം അല്ലെങ്കിൽ ആദ്യം ഇത് പരീക്ഷിക്കുമ്പം നമുക്കറിയാന്നുള്ള ആളുമായിട്ട് പരീക്ഷിക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാലം കൊണ്ട് അറിയാം വ്യക്തിയെ. അതായത് നമ്മളെ ഫാമിലി മെമ്പർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാവാം, അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിച്ചിരുന്നാവാം. ബട്ട് നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് നമുക്ക് തോന്നണം. സോ അവരെ ആദ്യം ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്, നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന വ്യക്തിയുമായിട്ട് നമുക്ക് കുറച്ച് അടുപ്പം ഉണ്ടാവും. സോ അവരുമായി നമ്മൾ ഇടപെട്ട ഓരോ നിമിഷവും, അല്ല അവരുമായിട്ട് ഇടപെട്ട നിമിഷത്തിൽ ഓരോ സന്തോഷ നിമിഷങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ആലോചിക്കണം. നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന ഏതെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. മേ ബി നിങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെക്കേഷൻ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടാവും ഒരുമിച്ച്. ഏത് മൊമെൻ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജോയ്ഫുൾ ആയിട്ട് തോന്നിയത്, ആ മൊമെൻ്റ് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇനി നിങ്ങൾക്ക് അതൊന്നും ആലോചിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു 5-6 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. സോ കഴിയുമെങ്കിൽ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യുന്നത് കുറച്ച് ബെറ്റർ ആവും. എന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശാന്തമായും സന്തോഷത്തിലും ഇരിക്കേണ്ടത് ഇതിന് കുറച്ച് പ്രാധാന്യം നിറഞ്ഞതാണ്. ഇവിടെ നമ്മൾ നമ്മുടെ സെലക്ട് ചെയ്ത ആ പേഴ്സൺ ഉണ്ടല്ലോ, ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം ആ വ്യക്തിയുമായി നമ്മളൊരു പോസിറ്റീവ് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ ടൈമിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പോസിറ്റീവ് എനർജിയും അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷനും നമ്മൾ സെലക്ട് ചെയ്ത ആ വ്യക്തിയുടെ പോസിറ്റീവ് വൈബ്രേഷനും കൂടെ സിങ്ക് ആവും. പിടികിട്ടുന്നുണ്ടോ? ആ ടൈമാണ്, ആ ടൈമിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണമെന്ന്, ആ വ്യക്തിയുമായിട്ടുള്ള ജോയ്ഫുൾ മൊമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കണമെന്ന്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്, നമ്മളൊരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുകയാണ്. എന്ന് പറയുമ്പം നമുക്കൊരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം, നിങ്ങളൊരു മെൻ്റൽ മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ ടെലിപ്പത്തിക് മെസ്സേജ് നമ്മൾ അയക്കുമ്പോൾ അവരെങ്ങനെയാണ് തിരിച്ച് നമ്മളോടൊപ്പം റെസ്പോണ്ട് ചെയ്യേണ്ടത്. അപ്പം എന്താണ് ആ വ്യക്തി റിപ്ലൈ എന്ന് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി എന്താണ് നിങ്ങളോടൊപ്പം പറയേണ്ടത്. ഒന്ന്, അതായത് ആ വ്യക്തി എന്നെ ഒന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ ഗേളോ ഓർ ബോയ് ആ വ്യക്തി എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ വ്യക്തി എനിക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിലോ, ഉറപ്പായും നിങ്ങളുടെ നമ്പർ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നീ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ വിളിക്കും. ഇനി അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ മെസ്സേജ് അയക്കാനായിട്ട് ഫോൺ നമ്പർ ഇല്ല എങ്കിൽ, ലൈക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. സോ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, നമ്മളുമായിട്ട് കണക്റ്റ് ആവണം, അല്ലെങ്കിൽ നമ്മളൊക്കെ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യേണ്ട രീതിയാണ്. അപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യുക ഏത് രീതിയിലാണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളോടൊപ്പം എന്താണ് സംസാരിക്കേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ആലോചിക്കാം. അതായത് ചിലപ്പം നമ്മൾ ഒരുമിച്ചൊരു ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് റെസ്റ്റോറൻറ്റ് പോയാലോ, മേ ബി നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ, അല്ലെങ്കിൽ ഒരുമിച്ച് സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ
സംതിങ് ലൈക്ക് ദാറ്റ് എന്തെങ്കിലും. ഇനി അതൊന്നുമല്ല, കുറേ നാളിന് ശേഷം കാണുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ പഴയ കാര്യങ്ങൾ, നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. സോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ഒരു ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു പ്ലാനോ സംതിങ് എന്തെങ്കിലും എന്ത് വേണോ ആവാം. മേ ബി നമുക്കിപ്പം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് നല്ലപോലെ ബിങ്കിൾ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇതെന്താടി അല്ലെങ്കിൽ ഇതെന്താടാ എന്തെങ്കിലുമൊക്കെ ആവാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തിരഞ്ഞെടുക്കേണ്ട ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആയിട്ട്, എത്രമാത്രം ഡീപ്പായിട്ട്, എത്രമാത്രം സോ ദാറ്റ് ടൈം, ആ ടൈമിൽ നമ്മുടെ ഒരു ഫീലിങ്സ്, ആ ടൈമിൽ നമ്മുടെ ഒരു ഫേസിലെ എക്സ്പ്രഷൻസ് എത്രമാത്രം അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അത്രമാത്രം എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ പിന്നെ എന്താണെന്ന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയക്കുന്ന മെസ്സേജ്, മെൻ്റൽ മെസ്സേജിന് കുറച്ചും കൂടെ ശക്തി കൂടും. അതുകൊണ്ടാണ് നമ്മളുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ഉദ്ദേശം കുറച്ചും കൂടെ ആഴത്തിലാകണമെന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ എത്രയോ നിങ്ങൾ എത്രമാത്രം ഹാപ്പിനെസ്സിൽ, എത്രമാത്രം സന്തോഷത്തോടെ നിൽക്കുന്നോ അത്രമാത്രം. എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്, എന്തായിരിക്കും സംസാരിക്കാൻ പോകുന്നത്, കഴിഞ്ഞ കാലങ്ങളിലെക്കാളും നന്നായിട്ട് സംസാരിക്കുമോ, എന്തായിരിക്കും മെസ്സേജ് അയക്കാൻ പോകുന്നത്. അപ്പം എത്രമാത്രം ഹാപ്പിനെസ് നിങ്ങൾ ആ സമയത്ത് പുറത്തേക്ക് വിടുന്നുവോ, സോ ദാറ്റ് ടൈം, ആ ടൈമിൽ നമ്മുടെ ഒരു ഫീലിങ്സ്, ആ ടൈമിൽ നമ്മുടെ ഒരു ഫേസിലെ എക്സ്പ്രഷൻസ് എത്രമാത്രം അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അത്രമാത്രം എക്സ്പ്രസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ആ വൈബ്രേഷൻ എന്ത് ചെയ്യണം, യൂണിവേഴ്സിലേക്ക് വിടുക. അതാണ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത്. യൂണിവേഴ്സിനോട് പറയുക, യൂണിവേഴ്സ് എൻ്റെ ഡ്യൂട്ടീസ് എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇനി യൂണിവേഴ്സാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് വെറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല, ഇനി ചെയ്യേണ്ടത് യൂണിവേഴ്സ് ചെയ്തോളും. ഇതെങ്ങനെ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തോട്ട് വൈബ്രേഷൻ എത്രമാത്രം ഹൈയിലെത്തിയിട്ടുണ്ടോ അത്രമാത്രം വേഗത്തിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ എത്രമാത്രം ഫീല് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അത്രയും വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനോ അതിനെക്കുറിച്ച് വെറീഡ് ആവണോ ഒന്നും വേണ്ട. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മിക്ക ആൾക്കാർക്കും ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും, കാണാനായിട്ട് സാധിക്കും. ഇനി കുറച്ച് മറ്റു ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 48 മണിക്കൂർ വരെ എന്ത് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടും. ഉറപ്പായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അത് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇനി മറ്റു ചില ആൾക്കാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 24 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 48 മണിക്കൂർ കൊണ്ടോ റിസൾട്ട് കിട്ടണമെന്നില്ല. മേ ബി അവർ ടേക്ക് ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ മേ ബി 6 ദിവസമൊക്കെ എടുക്കും. ഒരിക്കലും ഈ ഒരു പ്രോസസ്സിൽ ഡൗട്ട് ഉണ്ടാവരുത്. ഡൗട്ട് വരുമ്പോഴാണ് നമുക്കെന്ത്, അതായത് യൂണിവേഴ്സുമായിട്ട് നമ്മുടെ വൈബ്രേഷൻസ് പങ്കുവയ്ക്കുമ്പോൾ യൂണിവേഴ്സിലേക്ക് എത്തുന്നത് കൺഫ്യൂസ്ഡ് ഇല്ലാതായിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യൂണിവേഴ്സിനെ കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു മെസ്സേജ് നമുക്ക് റിപ്ലൈ കിട്ടത്തില്ല. സോ യൂണിവേഴ്സിനെ കൺഫ്യൂസ്ഡ് ആക്കരുത്. നിങ്ങളൊരു പ്രോസസ്സിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% വിശ്വസിക്കുക എന്നതാണ്. ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയാത്തൊരു വ്യക്തിക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മളറിയാത്ത ഒരു വ്യക്തിയിലേക്ക് നമ്മൾ എങ്ങനെ നമ്മുടെ മെൻ്റൽ മെസ്സേജ് നമുക്ക് അയക്കാനായിട്ട് പറ്റും? അതുപോലെ തന്നെ ഫുള്ളി നെഗറ്റീവായിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും വെറുത്തിരിക്കുന്ന ഒരാൾക്ക് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മെൻ്റലി നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കത്തില്ല. അത് നമുക്ക് തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ മറ്റു ചില ആൾക്കാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബ്രേക്കപ്പായി ഭയങ്കര ഫൈറ്റോട് കൂടി ബ്രേക്കപ്പ് ആയതും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ബ്രേക്കപ്പ് ആയതും, അതുപോലെ രണ്ടുപേരും തമ്മിൽ എപ്പോൾ നോക്കിയാലും വഴക്കും, അതായത് ഒരു രീതിയിൽ അവിടെ ഒരു ലവോ അല്ലെങ്കിൽ ഒരു തരത്തിലും സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു രീതിയിലും പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഇല്ലാത്ത വ്യക്തിക്ക്, സോ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കും പരീക്ഷിക്കരുത്. കാര്യം നമ്മളുടെ പോസിറ്റീവ് വൈബ്രേഷൻസ് ഓപ്പോസിറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ അവരുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് മേ ബി ടൈം എടുക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കാതെ പോകും. ഫസ്റ്റ് തന്നെ അങ്ങനെ ചെയ്യരുത്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവും. ടെലിപ്പത്തിക് മെസ്സേജ് ഈസ് നോട്ട് വർക്കിംഗ്, ടെലിപ്പത്തിക് മെസ്സേജ് ഇത് വർക്ക് ആവത്തില്ല എന്ന്. സോ അതുകൊണ്ടാണ് അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നത്. ഉറപ്പായിട്ടും ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ബട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും അടുത്തുള്ള ആൾക്കാരും ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരും ട്രൈ ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉള്ളിലൊരു കോൺഫിഡൻസ് വരും, ഉള്ളിലൊരു ബിലീഫ് സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ലേറ്റർ ഓൺസ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള ആൾക്കാർക്ക് നമുക്ക് മെൻ്റലി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വീണ്ടും പറയുന്നു,
നിങ്ങൾ തമ്മിൽ ഒരു രീതിയിലും പിണക്കമോ വഴക്കോ അല്ലെങ്കിൽ ഒരു രീതിയിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് എററില്ലാതെ അല്ലെങ്കിൽ ഒരു തടസ്സമില്ലാത്ത ആളിനെ ആയിരിക്കണം ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. അതിനി 10 വർഷമായിട്ട് നിങ്ങൾ കാണാത്ത ഒരു വ്യക്തിയെ, 10 വർഷമായിട്ട് നിങ്ങൾ മിണ്ടുന്നില്ല ആ വ്യക്തിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബിറ്റ്വീൻ എന്താണ് അവിടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിലും നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസീസെ തടയാനായിട്ട് സാധിക്കത്തില്ല. ലൈക്ക് സ്കൂൾ ഫ്രണ്ട്സ് ആവാം, കോളേജ് ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങളോട് പണ്ട് എപ്പോഴെങ്കിലും വർക്ക് ചെയ്ത ആളാവാം, നോ പ്രോബ്ലം. ഞാൻ ഉറപ്പ് തരുന്നു, ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം കൃത്യമായിട്ടും ചെയ്താൽ ഞാൻ പറഞ്ഞു 48 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് കിട്ടിയിരിക്കും ഉറപ്പാണ്. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, യൂണിവേഴ്സിൻ്റെയും ഗോഡിൻ്റെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും സമ്പത്ത്, സമൃദ്ധി, ആരോഗ്യം, ഐശ്വര്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.